കേരളത്തിലൊരു മിനി MCF എന്ന് പറഞ്ഞാൽ തൽക്കാലം ഇവർ ശേഖരിക്കുന്ന ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ഈ പാഴ്വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഒരു കൂട് പോലെ കണ്ടിട്ടുണ്ട്. അതാണ് മിനി MCF. അത് വെച്ചാൽ തീയിട്ട് കളയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ കാര്യം ആലോചിക്കണ്ടല്ലോ. അവിടെ നിന്ന് ഇന്ന് വന്നിട്ടുള്ള മാറ്റം എന്താ? മിനി MCFന്റെ എണ്ണം 3 ഇരട്ടി കൂടി 22,000 കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്നു. അതെ, കണ്ടെയ്നർ MCF എന്ന് പറഞ്ഞാൽ അത് കൊച്ചി നഗരത്തിൽ ഒരിക്കലും നടക്കില്ല എന്നാണ് പറഞ്ഞത്. അല്ലെ, ബ്രഹ്മപുരത്തിന് ശേഷം ആണ് പറഞ്ഞത്. ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ കണ്ടെത്തിയ പോംവഴിയാണ് കണ്ടെയ്നറുകൾ MCF ആക്കി മാറ്റുക. എന്നിട്ട് മനോഹരമായി ഈ RLV കോളേജിലെ കുട്ടികളൊക്കെ വന്നിട്ട് പെട്ടെന്ന് റോഡ് സൈഡിൽ മുഴുവൻ കണ്ടെയ്നേഴ്സ് വന്നു. ഈ റോഡിന്റെ പെയിന്റ് ചെയ്ത കണ്ടെയ്നേഴ്സ് വന്നു. അപ്പൊ ഇതെന്തിനാണെന്ന് കണ്ടെയ്നർ അങ്ങനെ നമ്മൾ സാധാരണ കാണാറില്ല. ഇത് പോലും നമ്മുടെ കോളനികൾക്കുള്ളിൽ പോലും അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇത് ഈ വേസ്റ്റ് ഇവർ കളക്ട് ചെയ്യുന്ന വേസ്റ്റ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്, അത് വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയല്ലേ മിസ്റ്റർ? അതെ, അത് ഈ വേസ്റ്റ് നേരത്തെ കൊച്ചിയിലൊക്കെ സ്ഥിതി എന്തായിരുന്നു? ചാക്കിൽ കെട്ടി KJക്കും ഹരീഷിനും അറിയാതിരിക്കുന്നതാണല്ലോ. ചാക്കിൽ കെട്ടിയിട്ട് റോഡ് പക്കത്ത് സൂക്ഷിക്കലായിരുന്നു. അത് പിന്നെ മറിഞ്ഞു വീഴും, അത് തുറന്ന് പുറത്ത് ചാടും, ഇങ്ങനെയൊക്കെ ആയിരുന്നു സ്ഥിതി. ഇപ്പോൾ ഇത് കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കുകയാണ്. 91 കണ്ടെയ്നർ MCF കൊണ്ടുവന്നു. കൊച്ചിയിൽ എവിടെ സ്ഥലം ഇത് MCF വെക്കാൻ എന്നൊക്കെ ചോദിച്ചവർക്ക് നമ്മൾ വളരെ ലളിതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തി. ഇപ്പോൾ ആ പ്രശ്നം അവിടെ വരുന്നില്ല. അതിനേക്കാൾ വലിയ പ്ലാന്റുകൾ ഇപ്പൊ നോക്കൂ. കേരളത്തിലെ ആദ്യത്തെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ബ്രഹ്മപുരത്ത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബ്രഹ്മപുരം തീപിടുത്തുണ്ടായപ്പോൾ 12 ദിവസം തീ ആളിക്കത്തിയതിനൊപ്പം വിവാദങ്ങൾ ആളിക്കത്തി. പ്രൈം ടൈം ചർച്ച, തലക്കെട്ട്, ലീഡ് എല്ലാം ഉണ്ടായിരുന്നു. നിയമസഭയിൽ അടിയന്തര പ്രമേയം. തീ അണഞ്ഞു, പുകയടങ്ങി, ശ്വാസം കിട്ടി. എല്ലാവരും അത് മറന്നു. സർക്കാർ മാത്രമേ മറക്കാതിരുന്നുള്ളൂ. സർക്കാർ കൂടി മറ്റെല്ലാവരും മറന്ന കൂട്ടത്തിൽ മറന്നിരുന്നെങ്കിൽ ബ്രഹ്മപുരം പഴയതുപോലെ നിൽക്കുമായിരുന്നു. കേരളവും കൊച്ചി അതുപോലെ തന്നെ നിൽക്കുമായിരുന്നു. ആ മാറ്റം ഉണ്ടായി. ആദ്യത്തെ CBG പ്ലാന്റ് വന്നു. പിന്നെ 6 പ്ലാന്റുകൾ കൂടി വരാം. അമൽനീരത് മമ്മൂട്ടിയെ കൊണ്ട് ബിഗ് ബിയിൽ പറയിച്ച കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് ഭരിച്ചു മാറ്റി കൊടുത്തു. ഓർമ്മയുണ്ടാവും, അന്നത്തെ ഹാഷ്ടാഗ് എന്തായിരുന്നു? ഐ കാൺ ബ്രീത്സ്, കൊച്ചി വിടുന്നു എന്നുള്ളതായിരുന്നു. കൊച്ചി വിടുന്നു, ഞാൻ കൊച്ചി വിടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ വന്നു. ആർക്കും കൊച്ചി വിടേണ്ടി വന്നില്ല. കൊച്ചി മാറി. കൊച്ചി മാത്രമല്ല, ഒപ്പം കേരളവും മാറി. ആ ഒരു പ്ലാന്റ് പൂർത്തിയായി. ഒരു പ്ലാന്റ് ഇപ്പോൾ 2 മാസം കൊണ്ട് പൂർത്തിയാവും. ബാക്കി 5 പ്ലാന്റുകൾ സ്ഥാപിക്കാൻ പോകുന്നു. 49 ചിക്കൻ റെൻഡറിംഗ് പ്ലാന്റ് വന്നു. കോഴി മാലിന്യം എന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. അത് പുറമെ റിജക്ട് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തത്, അത് സംസ്കരിക്കാനുള്ള 8 RDF പ്ലാന്റ്, അത്രേ ആവശ്യമുള്ളൂ കേരളത്തിന്, വന്നു. മുഴുവൻ സാനിറ്ററി വേസ്റ്റ് സംസ്കരിക്കാൻ ആവശ്യമായ 4 റീജിയണൽ പ്ലാന്റുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. 6 മാസം കൊണ്ട് അവ പൂർത്തിയാക്കും. അതോടുകൂടി 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ സാനിറ്ററി വേസ്റ്റ് സംസ്കരിക്കാനുള്ള ശേഷി നമ്മൾ കൈവരിക്കുന്നു. അപ്പോൾ ഇത്രയും ഇത് നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്നു. ഒരു പ്ലാന്റ് ഒരു സ്ഥലത്ത് സമ്മതിക്കില്ല. ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, അത്രയും മുന്നേറ്റം നമുക്ക് ദ്രവമാലിന്യ സംസ്കരണത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ഖരമാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ശ്രീലാൽ പറഞ്ഞത് നമ്മൾ ഏറെക്കുറെ പൂർണ്ണത കൈവരിച്ചു കഴിഞ്ഞു.